ഇവർക്ക് നമസ്കാരം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വപ്നം കാണാത്തവരെ ആരും ഉണ്ടാവില്ല. സുന്ദരവും മനോഹരവുമായ സ്വപ്നങ്ങൾ കാണാൻ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. ദുസ്വപ്നങ്ങളും കാണാറുണ്ട്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് ഫലമുണ്ടോ എന്ന സംശയം നമുക്കിടയിൽ പലർക്കുമുണ്ട്. ഈ സ്വപ്നഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമ്മൾ നല്ലതെന്ന് കരുതുന്ന പലതും സ്വപ്നത്തിലാണ് കാണുന്നതെങ്കിൽ അതിൻ്റെ ഫലം സന്തോഷം പകരുന്നതാവണമെന്നില്ല. തിരിച്ച് മോശമെന്ന് നാം കരുതുന്ന പലതും സ്വപ്നത്തിലാണ് കാണുന്നതെങ്കിൽ അത് ഭാവിയിൽ സന്തോഷം വരുന്നതിൻ്റെ സൂചനയുമാകാമെന്ന് ആദ്യമേ പറയട്ടെ. ഒരു മുൻധാരണയോടെ സ്വപ്നത്തെ വിലയിരുത്തുന്നത് പലപ്പോഴും അബദ്ധമായി മാറിയേക്കാം. ഉദാഹരണത്തിന്, ഒരാൾ തൻ്റെ മരണമാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അയാൾ ദീർഘകാലം ജീവിച്ചിരിക്കുമെന്നതാണ് ഫലം പറയുന്നത്. അതുപോലെ ഒരു പ്രദേശത്ത് ക്ഷാമവും ദാരിദ്ര്യവും ബാധിച്ച സ്വപ്നം കണ്ടാൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും കൈവരും. ഒരാൾ ഒരു വേലക്കാരിയെ സ്വപ്നം കണ്ടാൽ അയാൾ വളരെ സമ്പത്തുള്ള യുവതിയെ വിവാഹം കഴിക്കും. അതേസമയം തന്നെ അയാൾ ഭാര്യയുടെ അടിമയെപ്പോലെയായിരിക്കും എന്നാണ് ആ സ്വപ്നഫലം. ഇനി ഒരാൾ തൻ്റെ സ്നേഹിതരെ സ്വപ്നം കണ്ടാൽ ആ സുഹൃത്ബന്ധം കൂടുതൽ ദൃഢമായി തീരും. തനിക്ക് അത്യാഹിതം സംഭവിച്ചതായി സ്വപ്നം കണ്ടാൽ ഉത്തമമായ സുഹൃത്ബന്ധം, വിവാഹാദി മംഗളകർമ്മങ്ങൾ, കുടുംബ ഐശ്വര്യം തുടങ്ങിയ സത്ഫലങ്ങൾ ഉണ്ടാവും. അതേസമയം താൻ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നതായി കണ്ടാൽ രോഗം, ദാരിദ്ര്യം തുടങ്ങിയവയാണ് ഫലങ്ങൾ. ഇനി നല്ല വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത് എന്നാണെങ്കിൽ സമുദായത്തിലും സംഘടനകളിലും അംഗീകാരം ലഭിക്കും. ഈ പട്ടിയെ സ്വപ്നം കണ്ടാൽ വിശ്വസ്തമായ സുഹൃത്തുക്കളുണ്ടായിരിക്കും. അതേസമയം പട്ടി കുരയ്ക്കുന്നതും കടിക്കുന്നതുമാണ് സ്വപ്നം കാണുന്നതെങ്കിലോ വേണ്ടപ്പെട്ടവർ ശത്രുക്കളായി മാറും. വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു യുവാവ് അല്ലെങ്കിൽ യുവതി താനോ കാമുകിയോ കാമുകനോ കുഴിയിൽ വീഴുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ആ വിവാഹം പരാജയമായിരിക്കും. ഇനി വിവാഹമോചനം നടക്കുന്നതാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ആ ബന്ധം ഊഷ്മളമായിരിക്കും. ഒരാൾ മരത്തിൽ നിന്ന് വീഴുന്നതാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അയാൾക്ക് സ്ഥലം മാറ്റമോ സ്ഥാനമാറ്റമോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. സ്വപ്നത്തിലെ ചെരുപ്പുകൾ കണ്ടാൽ അയാൾക്ക് അഹങ്കാരത്താൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവും. ഒരാൾ കാമുകിയുമായി അല്ലെങ്കിൽ കാമുകനുമായി ഒരു ഒളിച്ചോടുന്ന സ്വപ്നം കണ്ടാൽ അയാളുടെ ദാമ്പത്യ ജീവിതത്തിൽ സുഖത്തിന് കുറവുണ്ടാകും. താൻ ആരെങ്കിലും കെട്ടിപ്പിടിക്കുന്ന സ്വപ്നം കണ്ടാൽ സജ്ജനങ്ങളും അല്ലെങ്കിൽ നല്ല ആൾക്കാരുമായിട്ടുള്ള സമാഗമം ഉണ്ടാകും. മദ്യം പാറ്റുന്നത് സ്വപ്നം കാണുന്നത് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ ബന്ധുക്കളും മിത്രങ്ങളുമായി കൂടിച്ചേരാൻ ഇടവരും എന്നതാണ് ഫലം പറയുന്നത്. മാടപ്രാവിനെ കാണുക, അന്യർക്ക് പണമോ സമ്മാനങ്ങളോ നൽകുന്നത് കാണുക, സുന്ദരിയായ യുവാവിനെയോ യുവതിയോ കാണുക, ഇതൊക്കെ ബന്ധുഗുണത്തെയാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് നല്ല ഫലങ്ങളെ പൊതുവായിട്ടൊന്ന് നോക്കാം. ഒരാൾ സ്ത്രീകളുടെ പുറകെ നടക്കുന്നത് കാണുന്നത് നല്ല ഫലമാണ്. മലമുകളിലേക്ക് കയറുന്നത് കാണുക, കരയുന്നത് കാണുക, മറ്റുള്ളവർ തന്നെ അഭിനന്ദിക്കുന്നത് കാണുക, ഈ ശത്രുക്കളെ തോൽപ്പിക്കുന്നത് കാണുക, ഈ അട്ടയോ ഈച്ചയോ കടിക്കുന്നത് കാണുക, മദ്യപിക്കുന്നത് കാണുക, കോഴിക്കുഞ്ഞുങ്ങളെ കാണുക, ഇതെല്ലാം നല്ല ഫലങ്ങളാണ്. തേജസ്സുള്ള സൂര്യനെയോ നക്ഷത്രങ്ങളെയോ സ്വപ്നം കാണുന്നത് നല്ലതാണ്. ജ്വലിക്കുന്ന അഗ്നി കാണുക, ഈ വെറ്റില, ചന്ദനം, ശംഖ്, മണി, പണം തുടങ്ങിയവ സമ്മാനങ്ങളായിട്ട് ലഭിച്ചതായിട്ട് കാണുന്നത് നല്ലതാണ്. ഒരാൾ നിലത്ത് നിന്ന് എഴുന്നേൽക്കുന്നതായിട്ട് കാണുന്നത് നല്ലതാണ്. പുഴ കടന്ന് യാത്ര ചെയ്യുന്നതായി സ്വപ്നം കാണുന്നത് നല്ല ഫലം തരും. തൻ്റെ ശരീരമോ വീടോ അല്ലെങ്കിൽ വീട്ടിലെ ശയന ഉപകരണങ്ങളോ അല്ലെങ്കിൽ വാഹനങ്ങളോ ഇതൊക്കെ കത്തുന്നതായിട്ട് കാണുന്നത് നല്ല ഫലം തരും. അരി, തൈര്, പാല് തുടങ്ങിയവ ലഭിക്കുന്നതായിട്ട് കാണുന്നത് നല്ലതാണ്. ഈ പറഞ്ഞതൊക്കെ നല്ല ഫലം തരുന്നതാണ്. അതേസമയം ഈ സൂര്യനും ചന്ദ്രനും ആകാശത്തു നിന്ന് താഴേക്ക് വീഴുന്നതായിട്ട് കാണുന്നത് നല്ല ഫലമല്ല. മുടി വെട്ടുക, ഷേവ് ചെയ്യുക, തലമൊട്ടയടിക്കുക, ഇങ്ങനെയൊക്കെ കാണുന്നത് നല്ല ഫലം തരൂല. ഒരാൾക്ക് ചുറ്റും കാക്കകൾ അല്ലെങ്കിൽ കഴുകൻ പറന്ന് കിടക്കുക, അല്ലെങ്കിൽ വിദേശികൾ, പ്രേതങ്ങൾ, പിശാചുക്കൾ, ഇതൊക്കെ ചുറ്റും വട്ടവിട്ട് വളയുന്നതായിട്ട് കാണുക, ഇതൊക്കെ ദുസ്വപ്നങ്ങളാണ്. കുളത്തിലോ പുഴയിലോ വീഴുന്നതായിട്ട് കാണുന്നത് നല്ലതല്ല. നൃത്തം ചെയ്ത് പാട്ട് പാടുക, വാദ്യഘോഷങ്ങൾ കാണുക, ഇതൊന്നും നല്ല സ്വപ്നങ്ങളല്ല. ഈ ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ധരിച്ച് കാണുന്നത് നല്ലതല്ല. ഒരാൾ എണ്ണ തേച്ച് നിൽക്കുക അല്ലെങ്കിൽ വിവാഹം ചെയ്യുക, ഇതൊക്കെ ദുസ്വപ്നങ്ങളാണ്.
ഇരുമ്പോ സ്വർണമോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ പല നല്ല ഫലങ്ങളും സമ്മാനമായിട്ട് കിട്ടുന്നത് നല്ലതാണെങ്കിൽ ഇവിടെ ഇരുമ്പോ സ്വർണമോ ആണ് സമ്മാനമായിട്ട് കിട്ടുന്നതെങ്കിൽ അത് മോശം ഫലമാണ് നമുക്കുണ്ടാവുക. അമിതമായിട്ട് സന്തോഷിക്കുന്നത് കാണുന്നത് നല്ലതല്ല. വീട്ടിലെ തലമുതിർന്നവർ വഴക്ക് പറയുന്നത് കാണുക, അതുപോലെ തന്നെ ഈശ്വരപ്രതിമകൾ ദേവപ്രതിമകളൊക്കെ തറയിൽ വീണ് പൊട്ടുക, ഈ കുന്നുകളൊക്കെ ഇടിച്ച് നിരപ്പാക്കുക, തനിക്ക് ചുറ്റും ഇരുട്ട് വ്യാപിക്കുക, ഇതൊക്കെ ദുസ്വപ്നങ്ങളാണ്. നഗ്നയായിട്ടുള്ള ഒരാൾ വടിയൂന്നി നടക്കുന്നത് കാണുന്നതും കായും കൊണ്ടുകൊടുത്ത വടിയും കുത്തി ഒരാൾ നടന്നു പോകുന്നത് കാണുന്നതും നല്ലതല്ല. ഈ മാളിക മുകളിൽ നിന്ന് അല്ലെങ്കിൽ മലമുകളിൽ നിന്ന് താഴെ വീഴുന്നത് ദുസ്വപ്നമാണ്. ഈ പറഞ്ഞതൊക്കെയാണ് ദുസ്വപ്നങ്ങൾ, നല്ല ഫലം തരാത്തത്. നമ്മളിനി എപ്പോൾ കാണുന്ന സ്വപ്നങ്ങളാണ് ഫലം തരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു ദിവസത്തെ സൂര്യാസ്തമയം മുതൽ സൂര്യോദയം വരെ അതിനുള്ളിൽ കാണുന്ന സ്വപ്നങ്ങൾക്കാണ് ഫലമുണ്ടാകുന്നതായിട്ട് പറയുന്നത്. ഉദാഹരണത്തിന് സൂര്യാസ്തമയം ഒരു 6 മണിക്കാണെന്നിരിക്കട്ടെ. അത് മുതൽ 6 മണി മുതൽ 10 മണി വരെ ഉള്ള സമയത്തിനിടയ്ക്ക് കാണുന്ന സ്വപ്നത്തിന് ഒരു വർഷത്തിനുള്ളിൽ ഫലം ഉണ്ടാകും. ഈ 10 മണിക്ക് 1 മണിക്കും ഇടയിലാണെങ്കിൽ 6 മാസം കൊണ്ട് അതിൻ്റെ ഫലം ഉണ്ടാകും. 1 മണിക്ക് 3 മണിക്കും ഇടയ്ക്കാണെങ്കിൽ 3 മാസത്തിനുള്ളിൽ. ഈ 3 മണിക്കും സൂര്യോദയത്തിനും ഇടയിലുള്ള സമയത്താണെങ്കിൽ 1 മാസത്തിനുള്ളിൽ ഫലം ഉണ്ടാകും. ഇനി ആദ്യം ഒരു ദുസ്വപ്നം കണ്ട് ഉടനെ തന്നെ ഒരു നല്ല സ്വപ്നം കാണുകയാണെങ്കിൽ ശുഭഫലങ്ങളാണ് ഉണ്ടാകുന്നത്. അതേസമയം ആദ്യം ഒരു നല്ല സ്വപ്നം കണ്ടിട്ട് ഉടനെ ഒരു ദുസ്വപ്നം കാണുകയാണെങ്കിൽ ദോഷഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഇതാണ് സ്വപ്നത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പൊതുവായിട്ട് പറയുന്നത്. ദുസ്വപ്നം കാണുകയാണെങ്കിൽ അതിന് പരിഹാരമായിട്ട് പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കണം, സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം, ഏറ്റവും പ്രധാനം അന്നദാനം തുടങ്ങിയ നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിനൊരു ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു പരിഹാര മാർഗം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.